വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്ന് വെച്ചാൽ നമുക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാകണ്ട. അപ്പോൾ ചെമ്മീൻ വറുക്കാൻ വയ്ക്കാം. ചെമ്മീൻ മസാലയൊക്കെ തേച്ച് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പാത്രത്തേക്ക് വയ്ക്കാം കേട്ടോ. ചട്ടിയിലേക്ക് ഓരോന്നിടായി ഇട്ട് കൊടുക്കാം കേട്ടോ. ചെമ്മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് വെള്ളം ഉണ്ട് കേട്ടോ, അതിങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ചെമ്മീനൊക്കെ നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കുക്കിങ്ങിൽ അത്ര വലിയ എക്സ്പെർട്ടൊന്നുമല്ല ഞാൻ, പക്ഷേ ആഫ്റ്റർ മാരേജാണ് ഞാൻ കുക്കിങ്ങൊക്കെ പഠിച്ചത്. അതുവരെ വീട് വൃത്തിയാക്കുക, അടിച്ചു വരെ തുടയ്ക്കുക, അങ്ങനത്തെ കലാപരിപാടികൾ മാത്രമായി എനിക്കറിവുണ്ടായിരുന്നത്. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ഒക്കെ ഉണ്ടാക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്ന വിധം ഞാൻ പഠിച്ചു. കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ പാചകമൊക്കെ പഠിച്ചത്. അത്ര വലിയ പാചകമല്ല, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പം ഞാൻ യൂട്യൂബ് നോക്കും. പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പം തന്നെ യൂട്യൂബ് നോക്കും. എന്നിട്ട് 2-3 വീഡിയോസ്, ഒരു വീഡിയോ അല്ല 2-3 വീഡിയോസ് റെഫർ ചെയ്യും. എന്നിട്ടാണ് ഞാൻ ഉണ്ടാക്കട്ടെ. അപ്പം ഇന്ന് എന്തായാലും ചെമ്മീൻ ബിരിയാണിയാണ്. കുറേ നാളായിട്ട് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ടുള്ള സാധനങ്ങൾ, സവാളൊക്കെ ഞാൻ അരിഞ്ഞിട്ടുണ്ട്. തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കണം കാര്യങ്ങൾ. അപ്പോൾ ബിരിയാണി അരി വെള്ളത്തിലിടണം കേട്ടോ. കുറച്ച് നാൾ ഒരു 10-15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കാം. അതിപ്പോൾ കുക്കറിൽ ചെറുതായിട്ട് ചോറിടണം. ഉണ്ണിക്ക് കഞ്ഞി വേണം. ഉണ്ണി അങ്ങനെ ബിരിയാണി കഴിക്കില്ല, അതുകൊണ്ട് ഞാൻ കുക്കറിലാണ് അരി ഇട്ടത്. അപ്പോൾ എന്തായാലും ഭക്ഷണം 1 കിലോ വാങ്ങിച്ചത് വലിയ അരിയാണ് കേട്ടോ. ഇവിടെ ചെറുത അരി ചെറുതായിട്ടുള്ള ബിരിയാണി അരി ഇഷ്ടമല്ല. അതായത് ഇത് വെള്ളത്തിൽ കുറച്ചാൽ ഇട്ട് ബിരിയാണിക്കില്ല ചോറ് റൈസിനുള്ളത് വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ സാധാരണ നമ്മൾ ചോറ് ഊറ്റണ പോലെ തിളപ്പിച്ച് ഊറ്റി എടുക്കാറാണ് പതിവ്. എനിക്കതാണ് ഇഷ്ടം. മറ്റോണം വെള്ളം അളന്ന് ഗ്ലാസ്സായിരുന്നു അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കത്ര ശരിയാവാറില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചോറ് വേവും, അങ്ങനെയൊക്കെ വെന്ത് പോവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല എനിക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. അതിലേക്ക് നമ്മുടെ പട്ട, ഗ്രാമ്പു, ഇല സംഭവങ്ങളും ഒക്കെ അതിലേക്ക് ഇടണം കേട്ടോ. എന്നിട്ടാണ് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാറ്. ഓരോരുത്തരും ഓരോ രീതിയാണ്. എൻ്റെ ഈ തട്ടിക്കൂട്ട് പരിപാടി ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ ചെമ്മീൻ കറിക്ക് ആക്കാൻ വേണ്ടിയിട്ട് സവാള ഒക്കെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്നത് അത് സെറ്റായിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടി വെള്ളം വെച്ചാലുള്ള കഴിക്കുന്നുണ്ട്. സവാള ഇടും എല്ലാവരത്തിലൊക്കെ വെള്ളം റൈസ് ഒറ്റയിട്ടിട്ടുണ്ട്. റൈസിലേക്ക് നമ്മൾ നാരങ്ങ പിന്നോട്ടിട്ടാണ് ഉപ്പിട്ടുണ്ടായിരുന്നു. നാരങ്ങ പിന്നോട്ടിട്ടാണ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതേ സാധനം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്യാരറ്റ്, ബീൻസ്, പിന്നെ മസാല എടുത്ത് നമ്മുടെ കൂടെയാണ് തീ കുറച്ചിട്ടാണ് നമ്മളിട്ടാണ് കേട്ടോ. അപ്പോൾ നെയ്യ് ഒഴിച്ചാൽ ഓൾറെഡി ആക്കി ക്യാരറ്റ്, ബീൻസ് എല്ലാം കുറച്ചാണ് കേട്ടോ. കുറേ ടേസ്റ്റ് ഉണ്ടാക്കി കേട്ടോ. എൻ്റെ കാര്യമാണ് നമ്മൾ സർലാസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ സർലാസ് എന്ന് പറയാം, പല സ്ഥലത്തും വേറെ പല പേരുകളാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി റെഡി ആയിരിക്കുന്നു.